ഹായ് ഫ്രണ്ട്സ്, സുനിത കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ലഡുവാണ്. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നമുക്കത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമായ 2 ഐറ്റം സാധനങ്ങളാണ്. കടലമാവ് വേണം. ഈ മെഷറിംഗ് കപ്പിന് 2 കപ്പ് കടലമാവ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അളവിനുള്ള ലഡു നമുക്ക് ഉണ്ടാക്കാം. ഇതിന് ആവശ്യമായ സാധനങ്ങൾ 2 കപ്പ് കടലമാവാണെങ്കിൽ ഇതിൽ 1 കപ്പ് പഞ്ചസാര, പിന്നെ 1 പിഞ്ച് ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്. ഇത് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച്, ഇതിന് കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം, ഇല്ലെന്നുണ്ടെങ്കിൽ സോഡ ഫുഡ് കളർ ഇടാം. നമ്മുടെ മഞ്ഞ കളറിൻ്റെ ഫുഡ് കളർ ഇടാം. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി. നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അല്പം വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് കുഴയ്ക്കണം. കുറേശ്ശെ വെള്ളമേ ഒഴിക്കാവൂ. ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കട്ട കെട്ടിപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മളിത് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ ഇത് ഇളക്കിയെടുക്കണം. നമുക്കതൊന്ന് തയ്യാറാക്കി നോക്കാം. നമ്മുടെ മാവ് ഇതേ ലെവലിൽ വേണം, ഒരു ദോശമാവിൻ്റെ കൂട്ട് ഈ ലെവലിൽ വേണം നമുക്ക് ഈ മാവ് തയ്യാറാക്കാൻ. ഒരുപാട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ബൂന്തി ഉണ്ടാക്കുവാണ്. ബൂന്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ മുത്തുമുത്ത് പോലെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ അളവിനായിരിക്കണം. ഇല്ല, ഒത്തിരി വെള്ളം കൂടിപ്പോയെങ്കിൽ നമ്മുടെ ബൂന്തിയുടെ അങ്ങ് പരന്നിരിക്കും, അത് നല്ല മുത്തുമുത്ത് പോലെ കിടക്കത്തില്ല. ഇതേ അളവിന് വേണം നമുക്ക് മാവ് തയ്യാറാക്കാൻ. എന്നിട്ട് എണ്ണ അടപ്പേ വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടപ്പേ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് തിളച്ച് കിടക്കുവാണ്. എന്നിട്ട് നമുക്ക് ബൂന്തി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതുണക്ക് ഇരുട്ടുള്ള അടപ്പ് പാത്രത്തിനകത്തോട്ട് കോരി ഒഴിച്ചിട്ട് ബൂന്തി ഒത്തിരി മൂത്ത് പോകരുത്, ഇതേപോലെ ആകാവും. ചെറുതായിട്ട് ഒത്തിരി മൂത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ലഡു ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഈ പരുവത്തിന് നമുക്ക് കോരണം. തീ അല്പം ചെറിയ മീഡിയത്തിൽ വെച്ചിട്ട് നമുക്ക് കോരാം. ചെറുതായിട്ട് കട്ട കെട്ടുവാണെങ്കിൽ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ അളവിനാണ് നമ്മൾ ബൂന്തി റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് എല്ലാം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ബൂന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ പരുവത്തിന് വേണം മുത്തായിട്ട് വറുത്ത് കോരാൻ. അല്പം കട്ടിയായിട്ടുള്ളതുണ്ട്, അത് നമുക്ക് ഇപ്പോൾ മിക്സിയുടെ കുഞ്ഞ് ഗ്രൈൻഡറിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് ഉടച്ചൊന്നിടാം. ഇനി നമുക്ക് പഞ്ചസാര പാനിയാക്കിയിട്ട് നമുക്ക് അടുത്തത് കാണാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി നമുക്ക് ഈ കടലമാവിൻ്റെ പൊടിയെടുത്ത് അതേ കപ്പിന് 1 കപ്പ് പഞ്ചസാര ഇടാം. 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇട്ട് ചെറുതായിട്ട് പഞ്ചസാര ലായനിയാക്കാം. ഒത്തിരി അങ്ങ് മുറുകി പോകരുത് പഞ്ചസാര ലായനി. അതിലൊരല്പം ഏലക്കാപ്പൊടി, ഏലക്കായി ചെറുതായിട്ട് നിന്ന് തിളക്കട്ടെ. നമ്മുടെ പഞ്ചസാരയുടെ ലായനി ഈ പരുവാക്കിയാൽ മതി. ഇത് നന്നായിട്ട് തിളച്ച് ഒരു ചെറിയൊരു കുറുകൽ പരുവാവുന്നതാണ് നമ്മുടെ ഈ ബൂന്തി. ഇതിനകത്തോട്ട് നമുക്ക് ഇടാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് എല്ലാത്തിലും നമ്മുടെ ഈ പഞ്ചസാര ലായനി ഒന്ന് പരണ്ട് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇതിനകത്ത് ബാക്കി കിടക്കുന്ന പഞ്ചസാര ലായനി ഒന്ന് പറ്റട്ടെ. ഒന്ന് പറ്റി കുറുകി വന്ന് കഴിയുമ്പോൾ നല്ലപോണക്കൊന്ന് ഇളക്കി. ഇതിനകത്ത് ഞാൻ പഞ്ചസാര ലായനി വെച്ചപ്പോഴേ ഞാൻ ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. കളർ ചേർക്കേണ്ടവർക്ക് കളർ ലായനിക്കകത്ത് ഇടായിരുന്നു. ഞാൻ മാവ് തയ്യാറാക്കിയപ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടു. ഫുഡ് കളർ ഞാൻ ചേർത്തില്ല, മഞ്ഞൾപ്പൊടി അല്പം ഇട്ടാൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം.
ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യുവാണ്. തീ ഓഫ് ചെയ്തിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ആറട്ടെ. ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നെയ്ക്കകത്ത് ഇച്ചിരി നെയ്യ് ഏറെ ചേർത്താലും കുഴപ്പമില്ല. നമുക്ക് ലഡു കഴിക്കുന്നുണ്ട് ഒരു നെയ്യുടെ ചവയും ഒരു രുചിയൊക്കെ കിട്ടും, ഒരു നല്ല മണമൊക്കെ കിട്ടും. നെയ്ക്കകത്ത് നല്ലവണ്ണം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും, കറുത്ത മുന്തിരിങ്ങയാണ് നല്ലത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറുത്തിരിക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയില്ല കാണാൻ. നമുക്കിത് ചെറുതായിട്ടൊന്ന് ആറണം. ആറി കഴിയുമ്പോഴത്തേന് ഒന്നുകൂടെ ഇതൊന്ന് ഉറയ്ക്കും. അന്നേരം നമുക്ക് ചെറിയ ചൂടോടുകൂടി ബോൾ പിടിക്കാം. നമ്മുടെ ലഡുവിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴേ നമ്മളിത് ഉരുള പിടിക്കാവൂ. റെഡി ആയിട്ടുണ്ട്. ഒരു 2-3 പേരുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉരുള പിടിച്ച് എടുക്കാം. ഇത് ഒത്തിരി ആറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ചെറിയ ചൂടോടുകൂടി ഇതിങ്ങനെ ബോളാക്കി എടുക്കാം. നമുക്കിത് ഉരുള എല്ലാം പിടിച്ചിട്ട് നീങ്ങാം. നമ്മുടെ ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഉറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇരുന്നാലും ലഡു നല്ലോണം കുറയ്ക്കും. ഇന്ന് നമുക്കൊന്ന് എടുത്ത് ഒന്ന് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്കിനി കാണാം.